വേട്ട തന്നെയായിരുന്നു ഉദ്ദേശമെന്നാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് ഇന്ന് പരിശോധിക്കുന്നത്. ഞാൻ ഇന്ന് ആന്റോ അഗസ്റ്റിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതി. ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കള്ളം പറയുന്ന ഭരണകൂടങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ കള്ളം പറയാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. നിരന്തരം പ്രതിപക്ഷം താവണം മാധ്യമധർമ്മം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒരു പ്രതിപക്ഷത്തേക്കാവേണ്ടത് അത്യാവശ്യമായി വന്നിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. നമ്മൾ കുനിയാൻ പറയുമ്പോൾ കിടക്കുന്ന അവസ്ഥയിലേക്ക് ചില മാധ്യമങ്ങളെങ്കിലും അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന രീതിയിലേക്കെങ്കിലും ചില മാധ്യമങ്ങൾ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. നമുക്ക് മെറ്റയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മെറ്റയുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്തു. 21 വാർത്തകൾ മെറ്റ നീക്കം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 5 വാർത്ത 6 വാർത്ത നീക്കം ചെയ്തപ്പോൾ നമ്മൾ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. കാരണം അതിന് എന്താണ് പിഴവ് എന്തെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 വാർത്തകൾ 8 വാർത്തകൾ കൊടുക്കുന്ന സമയത്ത് പോലും നമ്മൾ വാർത്ത കൊടുത്തില്ല. അപ്പോഴും നമ്മളിത് എന്തുകൊണ്ടായിരിക്കും നീക്കം ചെയ്യുന്നത്? എന്തെങ്കിലും സാങ്കേതിക പിഴവായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പിഴവാണോ, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത് കാര്യമായി ശ്രദ്ധിക്കാതിരുന്നത്. 8ാമത്തെ വാർത്ത ഏത് ഫോർമാറ്റിലുള്ള വാർത്തയാണ് എന്നുള്ളത് നമ്മുടെ ഡിജിറ്റൽ ടീം സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഒരേ കാറ്റഗറിയിലുള്ള വാർത്തയും ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വാർത്തകളുമാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇതിനൊരു പ്രത്യേക കാരണം ഉണ്ടാവുമല്ലോ ഇങ്ങനെ നീക്കം ചെയ്യാൻ എന്ന് ശ്രദ്ധിക്കുന്ന സമയത്ത് അതിനൊരു ഫോർമാറ്റ് കാണുകയാണ്. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വാർത്തകൾ നിരന്തരമായി നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ മെറ്റയ്ക്ക് മെയിൽ അയക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇങ്ങനെ വാർത്തകൾ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കുന്നു. മെറ്റയിൽ നിന്ന് കൃത്യമായി മറുപടി കിട്ടിയതിന് ശേഷമാണ് റിപ്പോർട്ടർ TV വാർത്ത കൊടുത്തു തുടങ്ങിയത്. അപ്പം എന്താണ് ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റാണ് ഈ വാർത്തകൾ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. ആ വാർത്ത കിട്ടിയതിന് ശേഷം അല്ലെങ്കിൽ ആ മറുപടി മെറ്റയിൽ നിന്ന് കിട്ടിയതിന് ശേഷം റിപ്പോർട്ടർ TV വാർത്ത കൊടുത്ത് തുടങ്ങിയ ആ സമയത്ത് തന്നെ ചില മാധ്യമങ്ങളും ചില ആൾക്കാരും വന്നിട്ട് പറയുകയാണ് ഇത് അങ്ങനെയൊന്നും അങ്ങനെ വാർത്ത നീക്കം ചെയ്യാൻ പറ്റില്ല, കാരണം എന്തോ ഒരു വലിയ കുറ്റം ചെയ്തു എന്നുള്ള നിലയിലാണ് റിപ്പോർട്ടർ TVയെ സൈഡ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മറുപടി ആദ്യത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ കൊടുത്തു. പിന്നീടാണ് നോക്കുമ്പോൾ എന്താണ് ന്യൂസ് മലയാളത്തിൻ്റെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, കൈരളി ചാനലിലെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, ദേശാഭിമാനിയുടെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്തകൾ നീക്കം ചെയ്യുന്നു, സർക്കാരിനെതിരെ വാർത്തയിടുന്ന പോസ്റ്റ് ഇടുന്ന അതിൻ്റെ ഇൻഡിവിജ്വൽസിൻ്റെ വാർത്തകൾ നീക്കം ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നത്? മാധ്യമ സ്വാതന്ത്ര്യം വേണമെന്ന് രാവിലെ ഉച്ചയ്ക്കും പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയധികം മാധ്യമ സാക്ഷരതയുള്ള കേരളത്തിൽ എങ്ങനെയാണ് അത് നടക്കുന്നതെന്ന് അതിശയത്തോടു കൂടിയിട്ടാണ് നമ്മൾ നോക്കിയത്. 2 ദിവസം വാർത്ത നോക്കി. അപ്പോൾ വാർത്തകൾ കൊടുക്കുന്നത്, വാർത്തകൾ നീക്കം ചെയ്തു, അതിനെതിരെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാർഡുകൾ വരെ നീക്കം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് എന്താ? കാർഡുകൾ ഈ വാർത്ത നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട് മാധ്യമ അടിയന്തരാവസ്ഥയാണോ എന്ന് ചോദിച്ച് ചർച്ച ചെയ്ത കാർഡുകൾ വരെ നീക്കം ചെയ്യുകയാണ്. അതിനുശേഷമാണ് പിറ്റേ ദിവസം രാവിലെ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിൽ വരുന്നത്. പ്രസ് മീറ്റ് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കും, മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? കാരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നു. തൊട്ടടുത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് ഈ ലീഗൽ പോരാട്ടം നടത്തൂ, ഞങ്ങളും കൂടെ നിങ്ങളെ സഹായിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആരാണ് പറയുന്നത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അവിശ്വസിക്കേണ്ട കാര്യമില്ല. എല്ലാവരും വാർത്ത അവിടെ നിർത്തി. അതിന് കാരണം അതിൻ്റെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ്? പിന്നെയും വാർത്ത കാർഡുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾക്കിത് മനസ്സിലായി ഇതിനകത്ത് നമ്മൾ ഈ പറയുന്നത് വഴിതിരിച്ചു വിടാനുള്ള ഒരു കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയും വഴിതിരിച്ചു വിടാനുള്ള അതിൽ നിന്ന് എങ്ങനെ മുക്തി നേടാം എന്നുള്ളത് നമ്മൾ ലീഗൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. റിപ്പോർട്ടർ TV ലീഗൽ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. ലീഗൽ പോരാട്ടത്തിൽ ഇറങ്ങുന്ന സമയത്ത് എന്താ? നമ്മൾ മറ്റേയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു, അവരെ ഗ്രീവൻസിലുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നു, അതിന് മേലെയുള്ള ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, എന്താണ് ലോക്കൽ ലീഗൽ റിക്വയർമെൻ്റ് ആണ് എന്നുള്ളത്. അത് നമ്മൾ ശക്തമായി വാർത്ത ചെയ്യാൻ തീരുമാനിക്കുന്നു, അത് വാർത്ത ചെയ്യുന്നു. അത് എന്താണ് മെറ്റയിൽ നിന്ന് കിട്ടിയ മറുപടി, അത് ശക്തമായി അങ്ങനെ തന്നെ നമ്മൾ വാർത്തയിൽ കൊടുക്കുകയും ഇതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്താണ് കുറച്ച് മാധ്യമങ്ങൾ ക്യാപ്സ്യൂളുമായി വരുന്നത്. ക്യാപ്സ്യൂൾ എന്താണ്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് അതിനകത്ത് തലയില്ല വാലില്ല ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. മെറ്റയിൽ നിന്നും കേരള പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നു, അത് AI ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്തതാണ് എന്നുള്ളത് കേരള പോലീസിനെ അറിയിച്ചിരിക്കുന്നു. ഏത് കേരള പോലീസിനാണെന്നില്ല, ഏത് ഉദ്യോഗസ്ഥനാണെന്നില്ല, ആർക്ക് എവിടെ മെയിൽ കിട്ടിയെന്നറിയില്ല, എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ല. ഫോണിൽ വിളിച്ചു പറഞ്ഞ പോലെയാണ് കേരളത്തിലെ ഏതോ പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാം നീക്കം ചെയ്തത് AI ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ AI ടൂളിൻ്റെ ഭാഗമായിട്ട് നീക്കം ചെയ്താണ്, ഫോണിൽ വിളിച്ച് പറഞ്ഞ പോലെയാണ് വാർത്തകൾ ചെയ്തത്. ഇത് റിപ്പോർട്ടർ TVയുടെ വാർത്ത പൊളിഞ്ഞിരിക്കുന്നു, വ്യാജ വാർത്തയാണ് എന്നുള്ള നിലയിൽ വലിയ ശക്തമായ കേരളത്തിലെ പ്രധാനപ്പെട്ട 4-5 മാധ്യമങ്ങൾ, പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 1 തുടങ്ങി 5ാം സ്ഥാനത്ത് വരെ നിൽക്കുന്ന, അല്ലെങ്കിൽ 2ാം സ്ഥാനം തുടങ്ങി 6ാം സ്ഥാനം വരെ നിൽക്കുന്ന 4-5 മാധ്യമങ്ങൾ ശക്തമായ വാർത്ത
ഈ വാർത്ത ആര് കൊടുത്തു എന്നില്ല, എവിടെ നിന്ന് കിട്ടിയെന്നില്ല. കേരളത്തിലെ ഏതോ പോലീസ് ഉദ്യോഗസ്ഥനെ മെറ്റെ അറിയിച്ചു എന്നുള്ള നിലയിലേക്കാണ് വാർത്ത കൊടുക്കുന്നത്. വ്യാജ വാർത്ത പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി മാധ്യമപ്രവർത്തനമായി മുന്നോട്ട് പോവുകയും ഇതിലെന്താണ് സംഭവിച്ചതെന്നുള്ള തുടക്കം മുതൽ അവസാനം വരെ അറിയാൻ നമ്മളെ സംബന്ധിച്ച് അമ്പരപ്പായി. അപ്പോൾ നമ്മൾ ഇന്നലെ തുടങ്ങി എന്താണ് ഇതിനെന്താണ് പോവഴി എന്നുള്ളത് നോക്കുകയും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡിജിറ്റൽ ടീമിലെ പ്രധാനപ്പെട്ട മേധാവിമാരെല്ലാം മെറ്റയുമായി സംസാരിക്കുകയും ഇങ്ങനെ കേരളത്തിലെ പോലീസിന് ഇങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ, രണ്ടാമത്തത് ഇതുപോലെ തന്നെ AI ഓട്ടോമാറ്റിക്കായി മെറ്റ നീക്കം ചെയ്തതാണെന്നുള്ളൊരു നെഗറ്റീവ് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ രണ്ടാമത് മെറ്റയ്ക്ക് മെയിൽ അയക്കുന്നു. അതിൻ്റെ റിപ്ലൈ വരുമ്പോൾ എന്താണ്, നിങ്ങൾ AI ഓട്ടോമാറ്റഡ് ആയതല്ല, ഞങ്ങൾ ലീഗൽ ടീമുമായി ഡിസ്കസ് ചെയ്യും, സ്കൂട്ടി ചെയ്തതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മറുപടി പറയുന്നത്. നിങ്ങളെ അറിയിക്കുന്നു എന്ത്, ഇത് ഒരു AI ഓട്ടോമാറ്റഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് റിമൂവ് ചെയ്യപ്പെട്ടതല്ല, ഇത് ലോക്കൽ ലീഗൽ റിക്വയർമെൻറ്റിൻ്റെ ഭാഗമായി റിമൂവ് ചെയ്തതാണെന്ന് വ്യക്തമായി നമ്മളെ അറിയിക്കുന്നു എന്നുള്ളതാണ്. സാറേ, അതായത് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം അതിൽ ഉപയോഗിച്ചു. അതായത് ഈ ചിത്രങ്ങളും വാക്കുകളും വ്യക്തികളുടെയും വെച്ചിട്ട് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെയാണ് ഇത് കണ്ടെത്തി മെറ്റ അത് റിമൂവ് ചെയ്യാൻ ഒരു പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതിന് കാരണമായത് ഈ ലീഗൽ റിക്വയർമെന്റ്. ഞാൻ പറയുന്നു മാധു, ഒരു ലിങ്ക് എടുത്ത് മെറ്റയ്ക്കാനും അയച്ചിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യണം, ഇന്ന കാരണങ്ങളും റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സ് ഒരു ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇപ്പം എനിക്കെതിരെ പോസ്റ്റ് വന്നു, നമ്മളതെടുത്ത് മെറ്റയ്ക്ക് അയച്ചിട്ട് മെറ്റയോട് പറയും ഇന്ന കാര്യങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്യണം. അത് ആരെ കൊണ്ടാ പറ്റുക? ആരെ കൊണ്ടാ? ലോക്കൽ അതോറിറ്റിനെ കൊണ്ടേ പറ്റുള്ളൂ. പോലീസോ അല്ലെങ്കിൽ ITയോ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിനെ കൊണ്ടത് പറ്റുള്ളൂ. അങ്ങനെ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എന്ന് വരുത്തുകയും ഇത് സത്യസന്ധമായി വാർത്ത ചെയ്ത മാധ്യമങ്ങളെ തറപറ്റിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനം പോയി അല്ല മാധ്യമപ്രവർത്തനം പോയി നിൽക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത്, മാധ്യമ സ്ഥാപനങ്ങൾ പോയി ഞാൻ പറയുന്നത് മത്സരം നല്ലതാണ്. ഞാൻ പറയുന്നത് എല്ലാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മത്സരം നല്ലതാണ്. പക്ഷേ എന്താണ്, ഇത് ഒരു ദിവസം തിരിഞ്ഞു കുത്തുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ പണ്ട് മലയാള ഭാഷയിൽ പറയുന്ന ഒരു ചെറിയ ഇതുണ്ടല്ലോ, ചേട്ടൻ്റെ കണ്ണീര് അല്ല, അളിയൻ ചത്താലും വേണ്ടില്ല, ചേട്ടൻ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന ശൈലി ഉണ്ടല്ലോ. ചേട്ടൻ ചത്താനും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ള നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന്. അപ്പം ഇത് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ ഒരു ശൈലി. നമ്മൾ കേന്ദ്രത്തിൽ മോദി മീഡിയ ഉണ്ടല്ലോ, ഗോദി മീഡിയ എന്ന് പറയുന്ന മീഡിയ സംവിധാനങ്ങളുണ്ടല്ലോ, സർക്കാരിൻ്റെ ഭാഗമായി സർക്കാരിന് വേണ്ടി സ്തുതിപാഠകരായി നിൽക്കുന്നു എന്നുള്ളതാണ്. ചില മാധ്യമങ്ങൾ കേരളം ചെയ്യുന്നറിയോ, ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ ഗോദി മീഡിയനേക്കാളും കൂടുതൽ കേന്ദ്രത്തോടും അല്ലെങ്കിൽ BJPയോടും കേന്ദ്ര സർക്കാരിനോടും അടുത്ത് നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസുമായിട്ട് അല്ലെങ്കിൽ VD സതീശന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരേ സമയത്ത് രണ്ട് സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന മാധ്യമങ്ങളായി കേരളത്തിൽ മാറി എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ BJPയുടെ ഒപ്പം നിൽക്കുകയും കേരളത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ VD സതീശനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രവും കേരളത്തിൽ സർക്കാരിന് അനുകൂലമായി നിന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല അത് VD സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നാളെ രാവിലെ വിളിച്ച് പറയുകയാണ്, ഇതാ ഈ മെറ്റ ഇങ്ങനെ ഒരു വാർത്ത ചെയ്തു എന്ന് പറയും, നിങ്ങളൊരു വാർത്ത ചെയ്യൂ എന്നുള്ളത് VD സതീശൻ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താണ്, ആ ഉത്തരവാദിത്വം കൂടെ നമ്മുടെ എന്തോ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലേക്ക് എടുത്ത് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ശരിയാണ് സാറേ, എന്ന് പറഞ്ഞറിയോ, നമ്മൾ മനസ്സിലാക്കുന്നത് അറിയോ, ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടനയുടെ അടിസ്ഥാനപ്പെട്ടാണ് സർക്കാരും ഉള്ളത്, ഗവൺമെൻറ്റും ഉള്ളത്, മാധ്യമങ്ങളുള്ളത്, എല്ലാവരും ഉള്ളത് അല്ലേ? ആ സർക്കാരും ആ പറയുന്ന ഭരണഘടനയുള്ളിടത്തോളം കാലം റിപ്പോർട്ടർ TV ഇതേ നിലപാടെടുത്ത് മുന്നോട്ട് പോകും, ഇതേ ശക്തമായ നിലപാട് മുന്നോട്ട് പോകും. കാരണം എന്താണ്, ഭരണഘടനയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നിൽക്കുന്നത്. ഏത് സർക്കാരും പറയുന്ന മാധ്യമങ്ങളും നമ്മുടെ ഓരോരുത്തരെയും സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമുള്ള നമുക്ക് കിട്ടുന്ന ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളുണ്ടല്ലോ. ഈ അവകാശങ്ങൾ മുൻനിർത്തി റിപ്പോർട്ടർ TV എന്നും പോകും. അപ്പോൾ ഞാൻ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ, ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ CPM അനുകൂലമായ എന്നുള്ളതല്ല, മത്സരത്തിനേക്കാളപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അത് മനസ്സിലായിട്ട് ഇത് തെറ്റാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലായിട്ട് എന്തോ ഒരു വാശിക്കും വൈരാഗ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചെയ്ത കാര്യങ്ങൾ പോസിറ്റീവായി നമ്മളിങ്ങനെ ഒരു ലീഗൽ ഫൈറ്റിന് വേണ്ടി ഇറങ്ങിയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, ഇതൊരു നോർമൽ കോഴ്സായി മാറിയേനെ. ഇത് നോർമൽ കോഴ്സായി മാറുകയും പിന്നീട് ഇത് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തേനെ.
കാരണം റെഗുലറായിട്ട് വരുന്ന വാർത്തകൾ നീക്കം ചെയ്യപ്പെടും, ആരോടും ചോദിക്കാൻ കഴിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 1 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായി വന്നേനെ. ഒറ്റ കാര്യം എന്താ പറയുക, ഇപ്പം ഞാൻ മറ്റുള്ള മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, അവരൊക്കെ പറഞ്ഞെന്താ പറയുക, നിങ്ങൾ ഈ ചെയ്ത് നന്നായി, ഞങ്ങളൊക്കെ കോടതിയിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കോടതി പോകാനുള്ള പ്രശ്നം എന്താ? കോടതി പോയിട്ട് മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെടും. മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെട്ടാൽ ഈ മാധ്യമത്തിന് പിന്നെ നടക്കാൻ കഴിയാതാവും, പ്രോഫിറ്റ് ഉണ്ടാവില്ല, പണം ലഭിക്കാതാവും, മോണിറ്ററി ബെനിഫിറ്റ് നഷ്ടപ്പെടുകയും മെറ്റയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരും. അതോടുകൂടി ഈ പറയുന്ന സിസ്റ്റം പൊളിയും. ഈ സിസ്റ്റം പൊളിയുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ചില മാധ്യമങ്ങൾ കോടതി പോയല്ലോ, ചില മാധ്യമങ്ങൾ കോടതി പോവുകയും ഈ പറയുന്ന പേജുകൾ തിരിച്ചുപിടിക്കുകയും ചെയ്തതോടുകൂടി എന്ത് സംഭവിച്ചു? അവർക്ക് മെറ്റയും പറയുന്ന യൂട്യൂബൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പണം പിന്നെ നഷ്ടപ്പെട്ടു, പിന്നെ കിട്ടാതായി. കാരണം എന്താണ്? കേസ് മെറ്റയ്ക്കെതിരെയും യൂട്യൂബിനെതിരെയും നടത്തുന്ന ആൾക്കാർക്ക് പിന്നെ ഇതിനെ യൂട്യൂബും മെറ്റയും പൈസ കൊടുക്കേണ്ടതായിരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഈ പറയുന്ന സിസ്റ്റം തകരും എന്നും മനസ്സിലാക്കിയും കൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പം കാഞ്ഞ ബുദ്ധിയുണ്ട് ഇതിൻ്റെ പുറത്ത്. ആ കാഞ്ഞ ബുദ്ധിയാണ് റിപ്പോർട്ടർ TV പൊളിച്ചടുക്കിയത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Meet the editors.